ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തുമ്പോൾ മലബാറിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം ഊർജിതമാക്കുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ. സുപ്രഭാതം പത്രം കത്തിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മലബാറിൽ സജീവ ചർച്ചയാണിപ്പോൾ. ദീപക് ധർമ്മം കോഴിക്കോട് നിന്നുള്ള അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ ദീപക്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിച്ചാൽ മലബാറിലെ തെരഞ്ഞെടുപ്പിന് വീറും വാശിയും ഏറാറുണ്ട്. ഇപ്പോൾ തന്നെ മേടച്ചൂടിനെ വെല്ലുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ചൂടിന് മലബാർ മാറിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി മലബാറിൽ ക്യാമ്പ് ചെയ്ത് ഇടത് ക്യാമ്പിന്റെ പ്രചാരണത്തിന് ആക്കം കൂട്ടുകയാണ്. ഇന്നലെ അദ്ദേഹം വടകര മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുത്തു. വടകര പുറമേരി മുതൽ കൊയിലാണ്ടി വരെ അദ്ദേഹം 3 പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ന് കാസർഗോഡ് ജില്ലയിലാണ് പങ്കെടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇടത് ക്യാമ്പ് വിശ്വസിക്കുന്നത് മലബാറിൽ ഇടതുമുന്നണിക്ക് ഈ കുറി വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. തെക്കൻ ജില്ലയേക്കാൾ കൂടുതൽ ഇവിടെ നിന്നും സീറ്റുകൾ നേടണമെന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ലാസ്റ്റ് ലാപ്പിൽ വലിയ രീതിയിൽ ആവേശം തീർത്തുകൊണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മുഖ്യമന്ത്രിക്കുള്ള വിശ്വാസ്യതയെ പരമാവധി ഇടത് ക്യാമ്പിന് വോട്ടാക്കി മാറ്റാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണിപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ സുപ്രഭാതം ദിനപത്രം കത്തിക്കൽ ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ അത് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾക്കും ഒപ്പം തന്നെ അത് UDF-നെതിരായ ഒരു പ്രചരണത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇടത് ക്യാമ്പ് ആസൂത്രണം ചെയ്യുന്നത്. പക്ഷേ എന്നാൽ അതേ സമയത്ത് UDF ക്യാമ്പും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഈ ഉറങ്ങിക്കിടക്കുന്ന ലീഗ് പ്രവർത്തകരെ പോലും ഉണർത്തി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാക്കാനുള്ള അവസാനവട്ട ശ്രമമാണ് നടക്കുന്നത്. ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി ഇതിനായി കണ്ണൂരിലെത്തിയിരുന്നു. കണ്ണൂരിൽ പ്രത്യേകിച്ചും ലീഗ് ക്യാമ്പ് വലിയ രീതിയിൽ ഉണർന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചും KPCC അധ്യക്ഷൻ K സുധാകരൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കണ്ണൂർ ജില്ലയിലെ ചില ലീഗ് പോക്കറ്റുകളുണ്ട്. പ്രത്യേകിച്ചും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ അത്തരം ക്യാമ്പുകൾ ഉണർന്നിട്ടില്ല എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അത്തരം ക്യാമ്പുകളെ ഉണർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. വടകരയിൽ പോരാട്ടം. വടകര ഒരു പരാതിക്കരയായിരിക്കുന്നു. സൈബർ ആക്രമണങ്ങൾ വലിയ തോതിലാകുന്നു. ഇന്നലെയും കേസുകൾ പുതുതായി എടുക്കുന്നു. പ്രത്യേകിച്ചും ശൈലജ ടീച്ചറെ വ്യക്തിപരമായി ആക്രമിക്കുന്നു എന്ന ആക്ഷേപം. എന്നാൽ ഈ ആക്ഷേപത്തിൽ തനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൽ രംഗത്തെത്തുന്നു. ഏതായാലും മലബാറിൽ പൊന്നാനി മുതൽ കാസർഗോഡ് വരെ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം ചൂടേറിക്കൊണ്ടിരിക്കുകയാണ് SKN. താങ്ക് യു ദീപക് ധർമ്മടം.